ഒരുപാട് ഒരു 10-20 ടൈപ്പ് ഓഫ് തലവേദനകൾ എന്തായാലും ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ തലയുടെ മേളിൽ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ഒരു സൈഡിൽ വന്നാൽ മൈഗ്രെയിൻ, മൂക്കിൻ്റെ ചുറ്റും വന്ന സൈനസ്, അത് ശരിക്കും അങ്ങനെ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് വരുന്ന വെച്ച് നമുക്ക് അങ്ങനെ അതിന് സമ്മർദ്ദം മൂലം തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഫ്രണ്ടിൽ ഒരുപാട് ഇറുക്കി പിടിക്കുന്ന ഒരു തലവേദനയായിരിക്കും. അവർ പറയും ഒരുപാട് തലയിൽ ഇറുക്കി പിടിക്കുന്ന ഒരു വേദന. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ കാരണമുള്ള ഹെഡേക്ക്. മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ലേഡീസിലാണ് കാണുന്നത്. 90% ലേഡീസിലാണ് കാണുന്നത്. അതിൻ്റെ ഹെഡേക്ക് എന്ന് വെച്ചാൽ അത് യൂണിലാറ്ററലാണ്, അതായത് തലയുടെ ഒരു സൈഡിലായിരിക്കും. ആയിരിക്കും വേണം. ലെഫ്റ്റ് റൈറ്റ് മാറി മാറി വരാം. വരുന്നവർക്ക് മിക്കവാറും ഒരു സൈഡ് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അവർക്കും മാറി മാറി വരാം. പക്ഷെ അത് മിക്കവാറും യൂണിലാറ്ററിലായിരിക്കും. റെയറായിട്ടേ ബൈലാറ്ററിൽ വരത്തുള്ളൂ. എന്താ വെച്ചാൽ അത് രണ്ട് സൈഡിലും വരത്തുള്ളൂ. ഭയങ്കര വിങ്ങിയുള്ള വേദന, ഭയങ്കരമായിട്ടൊരു വേദന. അത് ചെറുതായിട്ട് ഇങ്ങനെ വിങ്ങി തുടങ്ങി അത് കൂടി വളരെ കഠിനമായ വേദന. മൈഗ്രെയിൻ അനുഭവിച്ചുള്ളവർക്കറിയാം. അത് ഉള്ളതിലും ഏറ്റവും കഠിനമായ തലവേദനയിൽ ഒന്നാണ് മൈഗ്രെയിൻ തലവേദന. വളരെ കഠിനമായ വേദന. അതിൻ്റെ കൂടെ നമുക്ക് ഓക്കാനം വരാം, ചിലപ്പം ഛർദ്ദിക്കുകയും ചെയ്യാം. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ മൈഗ്രെയിൻ ഉള്ളവർ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടിയെന്നും പറയാറുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു വിമിഷ്ടം അല്ലെങ്കിൽ സൗണ്ട് ഒത്തിരി കേൾക്കുന്നത് ശരിക്കും അതെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും ബോഡി. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തും പ്രശ്നമാവാം. അത് കാഴ്ച എന്തെങ്കിലും ലൈറ്റ് അടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സൗണ്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലായിരിക്കാം. അങ്ങനത്തെ ആരെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അതുപോലെ ഇറിറ്റേഷൻ ആയിട്ട് വരും. പിന്നെയുള്ള തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസൈറ്റിസ് കാരണം. നമ്മുടെ സൈനസിൽ നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ചില എയർ പോക്കറ്റ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് സൈനസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ സൈനസൈറ്റിസ് എന്ന് പറയുമ്പം ആ സൈനസ് ഉള്ള ഭാഗം, അതായത് ഈ മൂക്കിൻ്റെ മുകൾവശം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല വേദന വരുന്നത്. അതിൻ്റെ കൂടെ മൂക്കടപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് സൈനസൈറ്റിസ് കാരണം ആവാം. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഹെഡേക്ക് ഉണ്ട്. അത് വളരെ കഠിനമായ ഒരു വേദനയാണ്. അതായത് കണ്ണിൻ്റെ ചുറ്റുമുള്ളൊരു വേദന. കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര കണ്ണൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചുമന്നൊക്കെ വരും. ഭയങ്കര കഠിനമായ ഒരു വേദന. അത് ശരിക്കും മൈഗ്രെയിൻ പോലെ തന്നെ വളരെ ഒരു സിവിയർ ഒരു ഹെഡേക്കാണ്. അത് കണ്ണിന് ചുറ്റും. മറ്റൊരു ഹെഡേക്ക് എന്ന് വെച്ചാൽ ഈ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, അത് കഴുത്ത് വേദനയുടെ കാരണം തലവേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ തലയുടെ പുറവശത്ത് ഭയങ്കര വേദന, അങ്ങനെയും പറയാം. അപ്പം ഈ കഴുത്തിന് പുറകെ ഒരു ഇങ്ങോട്ട് ഈ ബാക്ക് സൈഡിലൊക്കെ നല്ല വേദന വരുന്നെങ്കിൽ അത് ഒന്നെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് കാരണമാവും, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ പ്രഷർ നല്ല ഹൈ BP ഒരു ലക്ഷണമായിട്ട് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ മുകൾവശം അല്ലെങ്കിൽ തലയുടെ ബാക്കിൽ പുറവശത്ത് വേദന വരാം.